ഇത്തരം വാർത്തകൾക്ക് ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് ഇപ്പം എൻ്റെ മുൻപിലുള്ളത് മേയർ തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള സത്യപ്രതിജ്ഞ, ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ നേതാക്കന്മാരോട് DCC നേതൃത്വം, KPCC നേതൃത്വം, അതിന് മുകളിലുള്ള ലീഡർഷിപ്പ്, അവരോടാണ് ചോദിക്കുന്നത്. സ്ഥാനാർത്ഥിയാണെന്നാണ് ആരോപണം. KC ഗ്രൂപ്പ് നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് നിങ്ങളെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇവിടെ 1999 മുതൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതാണ്. 2000 കിഴക്കുംപാട്ടര സീറ്റ് തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോൾ 2025, അതിനിടയിൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോഴുള്ള DCCയുടെ ജില്ലാ പ്രസിഡൻ്റായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിൻ്റെ കീഴിൽ ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് 2004 മുതൽ 2007 വരെ ജോലി ചെയ്തിരുന്നു, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. 2007 മുതൽ 2009 വരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റായിരുന്നു. T സിദ്ദിഖിൻ്റെ കമ്മിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അന്നേരം ചാർജ് തന്നിരുന്ന ജില്ല മലപ്പുറം ജില്ലയായിരുന്നു. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്ത് വർക്ക് ചെയ്ത് സംസ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2009 മുതൽ 2014 വരെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്തും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്തും മഹിളാ കോൺഗ്രസിൽ വിവിധ ജില്ലകളിൽ ഉത്തരവാദിത്തം നൽകി അതെല്ലാം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ 2011 ഒല്ലൂർ നിയമസഭാ സീറ്റിൽ എന്നെ പരിഗണിച്ചു എന്ന് മാത്രമല്ല, 2-3 ദിവസം വർക്ക് ചെയ്തതിന് ശേഷം, ഫീൽഡിൽ വർക്ക് ചെയ്തതിന് ശേഷം ആണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. പിന്നീട് 2014 ഡിസംബർ മുതൽ ഇന്ന് ഈ നിമിഷം വരെ തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റാണ്. ഈ കാലയളവിൽ ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും മാത്രമല്ല, ഞാൻ IMA വനിതാ വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ലയണസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു, പാസ്റ്റർ കൗൺസിൽ മെമ്പറായിരുന്നു. വിവാഹത്തിന് മുമ്പുള്ള കോഴ്സിന്, മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിന് 10 വർഷക്കാലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ്, അഡോളസൻസിന് വേണ്ടിയുള്ള സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ്, ഗർഭിണികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ, അങ്ങനെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഒരു വശത്ത്, അതിൻ്റെ കൂടെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെല്ലാം തൃശ്ശൂർക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു. നിങ്ങൾ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും അതൊക്കെ അവിടെ അന്വേഷിച്ചാൽ അറിയാലോ. നെടുമ്പാശ്ശേരി ഇല്ലില്ല, നെടുമ്പാശ്ശേരിയിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ അത് നോക്കി അറിയാം. ഞാൻ അതിന് പ്രതികരിക്കാൻ പറ്റിയ സമയമല്ല. ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് നേതൃത്വമാണ്. ഏൽക്കുന്നതിന് മുൻപ് ഒരു വിവാദം, അത് ബോധപൂർവമാണെന്ന് കരുതുന്നുണ്ടോ? ഈ വിവാദങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വിവാദങ്ങളിലൊന്നും നമ്മൾ പകയ്ക്കുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു, 27 വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് സ്ഥാനമാനങ്ങൾ വരും പോകും. ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അപ്പോൾ പാർട്ടി എനിക്കിപ്പോൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്തം തന്നിരിക്കുന്നു. അത് ഒരു ഒറ്റ വ്യക്തിയല്ല, ഞങ്ങളൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ, അതായത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇന്ന് മുഴുവൻ കോൺഗ്രസ് കൗൺസിലർമാരുടെയും വോട്ട് നേടിക്കൊണ്ട് മേയറായി ജയിച്ചു വരാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതെ, ഇന്ന് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും വോട്ട് കിട്ടുക മാത്രമല്ല, നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ 33 എന്ന മാജിക് നമ്പറുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ വോട്ട് കിട്ടും എന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. അത്രയേറെ പബ്ലിക് സപ്പോർട്ട് UDFന് തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ തന്നിട്ടുണ്ട്. അത്രയേറെ വിശ്വാസം അവർ ഞങ്ങളിൽ അർപ്പിച്ചു. സമര പോരാട്ടങ്ങൾക്കൊന്നും താങ്കളെ കാണാറില്ല, സാരി ചുളിയാത്ത പ്രവർത്തകയാണ് എന്നുള്ളതായിരുന്നു ഒരു പ്രതികരണമായി ലാലി ജെയിംസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വക പ്രതികരണങ്ങൾക്കൊന്നും ഞാൻ മറുപടി നൽകുന്നില്ല. ജില്ലയ്ക്ക് പുറത്ത് വരെ, സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിൽ വരെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഈ തൃശ്ശൂർ ടൗണിൽ മാത്രം ഒതുങ്ങി നിന്ന വ്യക്തി ആയിരുന്നില്ല. തൃശ്ശൂർ ടൗണിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വ്യക്തി ആയിരുന്നില്ല. നിരവധി അനവധി സമരങ്ങൾ
2000 അല്ലെങ്കിൽ 99 മുതൽ ചെയ്ത് അല്ലെങ്കിൽ നയിച്ച് യൂത്ത് കോൺഗ്രസ്സിലായിരുന്നപ്പോഴും മഹിളാ കോൺഗ്രസ്സിലായിരുന്നപ്പോഴും DCCയിലായിരുന്നപ്പോഴും നിങ്ങളിവിടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. ഒല്ലൂരിൽ അന്ന് ഒഴിവാക്കിയ സമയത്തൊന്നും നമ്മൾ ഒരിക്കലും ഒരു അതിർത്തി തുറന്നു പറഞ്ഞില്ല, കാത്തിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് ശരിയായില്ല. ഞാൻ പറയാം, ഒല്ലൂരിലെ 2011 എനിക്ക് സീറ്റ് തന്നു, പോയി. അതിന് ഞാൻ ഒരക്ഷരം ഉരിയാടിയില്ല. അനുസരണയുള്ള കുഞ്ഞാടിനെ പോലെ ഞാനത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അതും ഈ പരിഗണിക്കേണ്ട കാര്യത്തിൽ ഒരു പ്രധാന ഘടകമായിട്ടുണ്ടാവാം, അറിയില്ല. ഈ സഹപ്രവർത്തകർ എന്ന നിലയിൽ ലാലിയോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് സമയമായി ലാലിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? പാർട്ടി പറഞ്ഞോളൂ, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല.